America will never be a socialist or communist country. Why Americans hates communist? അമേരിക്കൻ സമൂഹത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടും പ്രസ്ഥാനങ്ങളോടുമുള്ള ഒരുതരം വിഭക്തി അല്ലെങ്കിൽ എതിർപ്പിനെയാണ് റെഡ് സ്കെയർ എന്ന് പറയുന്നത്. ആശയപരമായി ക്യാപിറ്റലിസ്റ്റ് കൺട്രിയായ അമേരിക്കയ്ക്ക് ഓപ്പോസിറ്റ് ആണ് കമ്മ്യൂണിസം എങ്കിലും ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ റെഡ് സ്കെയർ രണ്ട് കാലഘട്ടങ്ങളുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് കാണാൻ സാധിക്കും. 1917 തൊട്ട് 20 വരെയാണ് ഫസ്റ്റ് റെഡ് സ്കെയർ പീരീഡായി പറയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യൻ റവല്യൂഷനോട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ബോൾഷെവിക് സ്റ്റൈലിലുള്ള റവല്യൂഷൻ ഉടനെ തന്നെ US ആസന്നമാകുമെന്നും അത് അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളായ മതം, വിവാഹം, കുടുംബം, പെരുമാറ്റച്ചട്ടം എന്നിവകളിൽ മാറ്റം കൊണ്ടുവരുമെന്നും അവിടുത്തെ ജനങ്ങൾ പേടിച്ചിരുന്നു. 1919 ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓഫ് ദി വേൾഡിന്റെ നേതൃത്വത്തിൽ US പല ഭാഗത്തായി 3600ഓളം സ്ട്രൈക്കുകൾ തൊഴിലാളികൾ നടത്തിയതും ഈ കാലഘട്ടത്തിൽ തന്നെ ഇറ്റാലിയൻ അരാജകവാദികൾ അറ്റോർണി ജനറൽ മിച്ചൽ പാൽമറിന്റെ വീട്ടിലും വാൾ സ്ട്രീറ്റിലും ബോംബിംഗ് നടത്തിയതും ഈ ഭീതി കൂട്ടുകയും ചെയ്തു. സെക്കൻഡ് റെഡ് സ്കെയർ നടക്കുന്നത് 1947 തൊട്ട് 57 വരെയാണ്. ഇതിനെ മക്കാർത്തിസം എന്നും പറയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്നും കോൾഡ് വാറിന്റെ ആദ്യ വർഷങ്ങളിലുമായിട്ടാണ് സെക്കൻഡ് റെഡ് സ്കെയർ സംഭവിക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിലെ സോവിയറ്റ് ഒക്യുപ്പേഷനും 48 ബെർലിൻ ബ്ലോക്കേഡും 49 ചൈനീസ് സിവിൽ വാറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചതും 1950 കൊറിയൻ വാർ പൊട്ടിപ്പുറപ്പെട്ടതുമെല്ലാം അമേരിക്കൻ ജനതയിൽ ഭീതി പടർത്തി. അതുപോലെ തന്നെ 49 സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ അണുബോംബ് വിജയകരമായി പരീക്ഷിച്ചത് യുഎസിന്റെ ആണവ കുത്തക അവസാനിപ്പിക്കുകയും ഒരു ആണവ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുകയും ചെയ്തു. ധാരാളം സോവിയറ്റ് സ്പൈകൾ ആ കാലഘട്ടത്തിൽ യുഎസിൽ കടന്നു കയറുകയുണ്ടായി. പുറത്തുനിന്നുള്ള സ്പൈകൾക്ക് പുറമെ അകത്തുനിന്ന് തന്നെ യുഎസിനെ ഒറ്റുന്ന ചാരന്മാർ രാജ്യത്തുണ്ടെന്ന നിഗമനത്തിലും ഗവൺമെന്റ് എത്തി. സെക്കൻഡ് റെഡ് സ്കെയറിലെ പ്രമുഖ മുഖമായിരുന്നു സെനറ്റർ ജോസഫ് മക്കാർത്തി. 1950 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരായ 205 പേരുടെ ലിസ്റ്റ് തന്റെ അടുക്കലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ആ കണക്കുകൾ മാറ്റി പറയുകയും തെളിവുകൾ നൽകാതിരിക്കുകയും ചെയ്തെങ്കിലും ഗവൺമെന്റ്, ട്രഷറി, സൈന്യം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉന്നതതല അന്വേഷണങ്ങൾ അന്ന് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അമേരിക്കൻ മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദവുമായി താരതമ്യം ചെയ്യാൻ മതയാഥാസ്ഥികർ വൺ നേഷൻ അണ്ടർ ഗോഡ് എന്ന വാക്ക് 54 നാഷണൽ പ്ലെഡ്ജിൽ ആഡ് ചെയ്യുകയും ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നത് 56 നാഷണൽ മോട്ടോ ആക്കുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലെ സംഭവ വികാസങ്ങൾ കൊണ്ട് ഒരു ട്രൂ അമേരിക്കൻ എന്നാൽ ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം എന്ന് ആരൊക്കെയാലോ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു.